നമസ്കാരം. ഒരു നേർത്ത മഞ്ഞുതുള്ളി പോലെ, ഒരു ഭാവഗാനം പോലെ, ഒരു സംഗീത ശകലം പോലെ മനോഹരമായ ഒരു കൃതിയാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. നാം എല്ലാം കാത്തിരിക്കുന്നവരാണ്, അല്ലേ? ആർക്കോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നവർ. മലയാളിയുടെ കാത്തിരിപ്പുകൾക്ക് സൗന്ദര്യം പകർന്നു നൽകിയ കൃതിയാണ് മഞ്ഞ്. ഏറെ പ്രിയപ്പെട്ട കഥാകാരൻ്റെ പ്രശസ്തമായ കൃതിയിൽ നിന്ന് ചില ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ ആദരവോടെ ഇവിടെ അവതരിപ്പിക്കട്ടെ. മഞ്ഞ് 4-ാം അധ്യായത്തിൽ നിന്നും ചില ഭാഗങ്ങൾ. കയറ്റുകട്ടിലിലെ ക്വിൽറ്റിനടിയിലേക്ക് നൂണിറങ്ങിക്കിടന്നപ്പോൾ ആശ്വസിച്ചു. ഒരു ദിവസം കൂടി അവസാനിക്കുന്നു. പതിവിലുമധികം ക്ഷീണം തോന്നി. കണ്ണടച്ചപ്പോൾ പതിവിലും നേരത്തെ ഇന്ന് ഉറക്കം വരുമെന്ന് തോന്നി. ഉറക്കമല്ല, അവസാനിക്കാത്ത ആഴത്തിലേക്ക് വീണു പോവുകയാണെന്ന തോന്നൽ. ശരീരം മാത്രമല്ല, കയറ്റുകട്ടിലും മുറിയും കെട്ടിടം മുഴുവനും കൊടുമുടിയുടെ തുന്നാടിത്തലപ്പിൽ നിന്ന് താഴത്തേക്ക് ഒരു പഞ്ഞിക്കേറ് പോലെ അലസമായി താണു പോകുന്നു. ഞെട്ടിത്തെറിച്ച് കണ്ണു തുറന്നു കിടന്നു. കണ്ണടയുമ്പോൾ ആഴത്തിലേക്ക്. ഹൽദാനിയിലെ മുസാവരി ബംഗ്ലാവിലെ 3 മുറികളിലൊന്നിലേക്ക് ഇരുണ്ട നാഴികകൾ ചാടിക്കടന്ന് കണ്ണുകൾ ചുഴിഞ്ഞു നോക്കുന്നു. പലതിനെക്കുറിച്ചും ഓർമ്മിക്കാനുണ്ട്. തടാക തീരത്തെവിടുന്നോ കൊട്ടും കുഴലും ആർപ്പുവിളികളും അടഞ്ഞ ജാലകം കടന്ന് ചെവിയിലെത്തുന്നു. പഹാടികളുടെ ഒരു കല്യാണ ഘോഷയാത്രയായിരിക്കും. കുന്നിൻ ചെരുവുകളിൽ എവിടെയോ പൈൻമരങ്ങൾക്കിടയിൽ ഒരു ചെറുപുഴയിൽ വധു വാദ്യഘോഷങ്ങൾ അടുത്തെത്തുന്നതിനെ ചെവി വട്ടം പിടിച്ച് കാത്തിരിക്കുകയാവും. അവളുടെ നിമിഷങ്ങൾ ആലിപ്പഴങ്ങൾ പോലെ ഉറഞ്ഞു വീഴുന്നു. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിലോ മന്ദിരത്തിൻ്റെ പടിക്കലോ പഴയ ഒരു തോലുറ നെഞ്ചിനടുത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തോണിക്കാരൻ ബുദ്ധു കിടന്നുറങ്ങുകയാവും ഇപ്പോൾ. ഒരിക്കൽ അവൻ്റെ ഗോര സാഹിബ് വരാതിരിക്കില്ല. ഞാനും നിങ്ങളുമെല്ലാം യുഗങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു, ഉരുകുന്നു. വീണ്ടും മഞ്ഞിൻ പടലങ്ങൾ തണുത്തുറഞ്ഞ് കട്ട പിടിക്കുന്നു. നാം എല്ലാം കാത്തിരിക്കുന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട ഒരു സ്വപ്നം വീണ്ടും മുന്നിൽ ജീവൻ കൊള്ളുമെന്ന് ഓരോ ഏപ്രിൽ മാസത്തിലും ഓർത്തു പോകുന്നു. താഴ്വരകൾ എങ്ങു നിന്നോ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഒരുങ്ങാൻ ആരംഭിക്കുമ്പോൾ അകത്ത് അടക്കി ഒളിപ്പിച്ച ഒരു കോണിൽ നിന്ന് മർമരമുയരുന്നു. ഞാൻ ആരെയും കാത്തിരിക്കുന്നില്ല. സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. ആരെയാണ് വഞ്ചിക്കുന്നത്? ആപ്പിൾ തോട്ടങ്ങളിൽ പൂക്കൾ വിടരുമ്പോൾ, മലഞ്ചെരുവുകളിൽ മഞ്ഞുരുകുമ്പോൾ, തിളങ്ങുന്ന വെയിലിൽ ദൂരത്തെ കൊടുമുടികൾ തെളിയുമ്പോൾ ഓർക്കുകയാണ്, ഇതാ കുമ്മയോൻ കുന്നുകളിൽ മറ്റൊരു വസന്തം. ചുറ്റും പ്രകൃതിയുടെ മുഖം മാറുന്നത് ശ്രദ്ധിക്കാതെയായിരിക്കുന്നു. ഇപ്പോൾ സഞ്ചാരികളുടെ കൂട്ടായ കാലൊച്ച കേൾക്കാൻ രാത്രികൾ ചെവിടോർക്കുന്നു. തടാകത്തിലെ ജലം പോലെ തന്നെ കാലം തളം കെട്ടിക്കിടക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വരുന്നവരെല്ലാം പറയുന്നുണ്ടാവും, ഇവിടം പണ്ട് കണ്ടതുപോലെ തന്നെ ഉണ്ട്. 9 വർഷങ്ങൾക്കിടയിൽ എന്തെല്ലാം മാറി. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയെത്തുന്നവരെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. കാരണം ഇരുണ്ട മുടിച്ചുരുളുകൾക്കിടയിൽ നരച്ച രേഖകൾ മറഞ്ഞു കിടക്കുന്നു. വിളക്കുമരങ്ങളുടെ പച്ചച്ചായത്തിനകത്ത് ഉറക്കുത്തിയ ആഴങ്ങളും സുഷിരങ്ങളും മറഞ്ഞു കിടക്കുന്നു. ഭൂമിയുടെ കിരീടത്തിൽ ചവിട്ടിയ ജയഭേരിയോടെ ഞാനും നിങ്ങളും ഇരുന്ന പാറക്കെട്ടിൻ്റെ പേരുകൂടി മാറിപ്പോയി. ഇരുട്ടിൻ്റെ ആഴത്തിലേക്ക് വീണെത്തുമ്പോൾ ഈശ്വര, ഇവിടെ വെൺമേഘങ്ങൾ പാറി നടക്കുന്നു. കരിങ്കല്ല് പാകിയ പാതയിലൂടെ നീങ്ങുന്ന കുതിരക്കുളമ്പടികളുടെ ശബ്ദം. കുന്നിൻ മുകളിൽ കുതിരകളെ കെട്ടിയിട്ട് വീണ്ടും നടന്നപ്പോൾ ചെറിയ അമ്പലം കണ്ടു. കഴുത്തിൽ ക്യാമറ തൂക്കിയിട്ട സഞ്ചാരികൾ
പലരുമുണ്ട് അമ്പലമുറ്റത്ത്. ഇരുമ്പഴികളിൽ തൂക്കിയിട്ട കുടമണികൾ കിലുങ്ങുന്നു. പലരും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വഴി കയറി നോക്കാം. തെളിവുള്ള പ്രഭാതം. വായുവിൽ പുകയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നു. ഈ വഴി വന്നിട്ടുണ്ടോ? ഇല്ല. പേരറിയാമോ? കാലടികളിലേക്ക് നോക്കി ചിരിച്ചുപോയി. അറിയാം. പുറത്ത് പറഞ്ഞില്ല. നല്ല പേര്, ലവേഴ്സ് ട്രാക്ക്. അന്തരീക്ഷത്തിൻ്റെ മാറിലേക്ക് തറച്ചു നിൽക്കുന്ന ഒടിഞ്ഞ അസ്ത്രം പോലെയുണ്ട് പാറക്കെട്ട്. ആളുകൾ പാറയ്ക്ക് പേരിടാത്തത് എന്താണാവോ? പ്രേമത്തിൻ്റെ നടപ്പാത അവസാനിക്കുന്നിടത്ത്. എന്തിൻ്റെ പാറക്കെട്ടാണെന്നാണ് പറയേണ്ടത്? പാറയിൽ അവിടെ ചില പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു. പാറയുടെ കൂർത്ത നെറുകയിൽ നിന്ന് നോക്കിയാൽ ഭയം തോന്നും. ആപ്പിൾ പാടങ്ങൾ ചെറിയ ചതുരക്കല്ലുകളായേ തോന്നും. ഹൃദയത്തിൻ്റെ സംഗീതം കേൾക്കാനെത്തുന്ന ഇണകൾക്ക് പാറയുടെ ചെരുവിൽ ലോകം ഏകാന്തമായ മൂലകൾ ഒരുക്കി വച്ചിരിക്കുന്നു. പഴയ പേരുകൾ മാഞ്ഞു പോകുന്നു. പുതിയ പേരുകൾ പെരുകുന്നു. നനുത്ത കാറ്റും ഇളം ചൂടുള്ള വെയിലും. അയാൾ സഞ്ചരിച്ച നഗരത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. പലതിനെ പറ്റിയും. ജിം കോബറ്റ്, വൈസ് ചാൻസലർ, ഓട്ടോബാൻ, കിസ്സിംഗ് ഗെയിം. തുടർച്ചയായി സംസാരിക്കുന്ന ആ മനുഷ്യനെ 5 ദിവസം മുമ്പാണ് കണ്ടത്. തടാക തീരത്ത് വെച്ച് ചിരിച്ചുകൊണ്ട് സമയം ചോദിച്ചത് 5 ദിവസം മുൻപാണോ? ബസ്സിൽ അടുത്തിരിക്കേണ്ടി വന്നത് അന്ന് രാവിലെയാണോ? 5 വർഷങ്ങളേക്കാൾ അപ്പുറമാണല്ലോ. ക്യാപിറ്റോളിൻ്റെ മുകളിൽ അടഞ്ഞ ജാലകത്തിന് താഴെ നഗരത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുമ്പോൾ, ക്വിൽറ്റിന് കീഴെ കനമുള്ള കൈത്തണ്ടയിൽ തല ചേർത്ത് കിടക്കുമ്പോൾ വിളിച്ചു പറയാൻ തോന്നി. ഞാൻ തനിച്ചല്ല. അല്ല, ഞാൻ തനിച്ചല്ല.